താരസംഘടനയായ അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്നു. സംഘടനയുടെ കുടുംബസംഗമത്തിന് സ്പോൺസർഷിപ്പ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ളവർ തന്നെ പോരടിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വാങ്ങാൻ നിർബന്ധിച്ചത് പ്രസിഡന്റ് ശ്വേതാ മേനോനാണെന്ന് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെ വാദം. ഇക്കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് കുക്കു പരമേശ്വരൻ. അതേസമയം വിവാദങ്ങൾ കടത്തതോടെ അമ്മയിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാണ് നിർദ്ദേശം. പ്രസിഡന്റ് ശ്വേതാ മേനോനാണ് നിർദ്ദേശം നൽകിയത്. വിവാദങ്ങൾ കനത്തതോടെ സംഘടന പിരിച്ചുവിടണമെന്നതടക്കമുള്ള രൂക്ഷ വിമർശനവുമായി മുതിർന്ന അഭിനേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടെ അൻസിബ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന ആരോപണം തള്ളി സഹസംവിധായകൻ ശ്രീ കൈലാസും രംഗത്തെത്തി. മതത്തെക്കുറിച്ച് അൻസിബ തന്നോട് സംസാരിച്ചിട്ടില്ലെന്നും ശ്രീ കൈലാസ് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. അൻസിബയും ടിനി ടോമും തമ്മിൽ തുടങ്ങിയ തർക്കങ്ങൾ അമ്മ സംഘടനയിലാകെ പടരുകയാണോ? താരസംഘടനയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ വസ്തുതയെന്ത്? ആദ്യം കാണാം RDX. താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചതോടെയാണ് സംഭവത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നതിൽ നിന്ന് അംഗങ്ങളെ വിലക്കിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നാണ് സംഘടനയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോന്റെ നിർദ്ദേശം. അതേസമയം ഫെബ്രുവരി 13 നടന്ന കുടുംബസംഗമത്തിന്റെ നടത്തിപ്പും അതിന്റെ സ്പോൺസർഷിപ്പിനെ ചൊല്ലിയും അമ്മയിൽ തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. സ്പോൺസർഷിപ്പ് വാങ്ങാൻ നിർബന്ധിച്ചത് പ്രസിഡന്റാണെന്ന വാദമാണ് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഉന്നയിക്കുന്നത്. വിഷയം ജൂൺ 21 നടക്കുന്ന ജനറൽ ബോഡിയിൽ ജനറൽ സെക്രട്ടറി ഉന്നയിക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടെ സംഭവവികാസങ്ങളിൽ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അൻസിബയ്ക്ക് വേണ്ടി തന്നോട് സംസാരിച്ച ആളാണ് ടിനി ടോം എന്നും ആ വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ അതേയാൾ മതപരമായി അധിക്ഷേപിച്ചുവെന്ന ആരോപണവുമായി രംഗത്ത് വരുന്നതെന്ന് നടി മല്ലിക സുകുമാരൻ തുറന്നടിച്ചു. വിവാദങ്ങൾക്ക് പിന്നിൽ കുക്കു പരമേശ്വരൻ, നീനാക്കുറുപ്പ് തുടങ്ങിയവരാണെന്നും മല്ലിക സുകുമാരൻ ആരോപിച്ചു. എന്നാൽ എത്രയും പെട്ടെന്ന് യോഗം വിളിച്ച് സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യമാണ് നടനും MLA-യുമായ രമേശ് പിഷാരടി ഉന്നയിക്കുന്നത്. RDX ന്യൂസ് മലയാളം. ചില പ്രതികരണങ്ങളിലേക്ക് പോയാൽ താരസംഘടന അമ്മ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട മുതിർന്ന നടി മല്ലിക സുകുമാരൻ ഇന്ന് രംഗത്തെത്തി. എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ സംഘടനയിലെ ഗ്രൂപ്പിസമാണെന്നും മല്ലിക സുകുമാരൻ ആരോപിച്ചു. വിഷയത്തിൽ ഇടപെടണമെന്നാണ് മെഗാസ്റ്റാറിനോടും സൂപ്പർ സ്റ്റാറിനോടുമുള്ള അപേക്ഷയെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു. അതിലേക്ക് 5-6 പെണ്ണുങ്ങൾ കൂടിയാൽ എത്ര എളുപ്പമായിരിക്കും പരിഹാരം ആലോചിച്ചാൽ അറിയാമല്ലോ. ഒരു കാലത്തും പെട്ടെന്നൊരു പരിഹാരത്തിൽ വരത്തില്ല. അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന, ഇതങ്ങ് പിരിച്ചു വിടുക. ഒന്നില്ലേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൊത്തം മാറ്റിയിട്ട് വേറെ അത് രണ്ടാമതെടുത്ത് ഈ പറഞ്ഞതുപോലെ ശ്വേത അടക്കമുള്ളവരങ്ങ് റിസൈൻ ചെയ്തിട്ട് പുതിയ ജനറൽ ബോഡി ഇവർ മത്സരിക്കട്ടെ. അപ്പോൾ കാണാം എത്ര പേര് ജയിക്കും എന്നുള്ളത്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഞാൻ സീനിയേഴ്സ് മെഗാസ്റ്റാറിനോട് സൂപ്പർ സ്റ്റാറിനോട് പറയണേ, ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവരെവിടെയും പോകുന്നില്ല. അതേസമയം വിഷയത്തിൽ അൻസിബയെ വിളിച്ച് സംസാരിച്ചെന്നും ടിനി ടോമിനോടും ശ്വേതാ മേനോനോടും വിവരങ്ങൾ ആരാഞ്ഞെന്നും സിനിമാ നടനും പാലക്കാട് MLA-യുമായ രമേശ് പിഷാരടി പറഞ്ഞു. പൊതുജനങ്ങൾ മോശമായി വിലയിരുത്തുന്ന തരത്തിൽ സംഘടനയുടെ ആഭ്യന്തര വിഷയം പുറത്തേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പിഷാരടി പറഞ്ഞു. ആഭ്യന്തരമായി അതിനകത്തുള്ളിലുള്ള ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ വെൽഫെയർ സംഘടന എന്നുള്ള രീതിയിലുള്ള സംഘടനയാണ്. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഈ 500 പേരല്ലേ ഉള്ളൂ. അത് വളരെ എളുപ്പത്തിലകത്ത് ആഭ്യന്തരമായി ചർച്ച ചെയ്ത് തീർക്കാതെ ഒരു ഡിജിറ്റൽ കണ്ടന്റായി അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞ് ചിരിക്കാവുന്ന ഒരവസ്ഥ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞ് ചിരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതില്ല. അത് പരിഹരിക്കേണ്ടതുണ്ടെന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ വിളിച്ച് സംസാരിച്ചു ഇവരോട് എല്ലാവരോടും. ഞാൻ അവരോട് സംസാരിച്ച മാറ്റർ ഞാൻ പറഞ്ഞ ഈ കാര്യം പറഞ്ഞില്ല, അതൊരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പൊതുവായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരു മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിൽ മതതീവ്രവാദം, ജിഹാദി, അവിഹിതം, ഇപ്പോൾ സ്പോൺസർഷിപ്പ്, അത് അമ്പലം അങ്ങോട്ട് കൊടുക്കുന്നത് എന്നു തുടങ്ങി ഒരു സിനിമാ കഥയ്ക്കുള്ള മുഴുവനുണ്ട്. പക്ഷെ അതൊക്കെ നാണക്കേടാണെന്ന്. ഇതൊരു ചാരിറ്റി സംഘടന, വെൽഫെയർ സംഘടനയാണ്. ഇത് എന്ത് ചാരിറ്റിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഈ സംഘടന കൊണ്ട് നാട്ടുകാർക്ക് സൗകര്യമില്ലാത്ത അവസ്ഥയായി. അതായത് ഇത് 500ഓളം അല്ലെങ്കിൽ 500-ൽ താഴെ മാത്രം ആളുകളുള്ള ഒരു ചാരിറ്റി സംഘടനയാണ്. ശ്യാമിലി ഇപ്പോൾ പറഞ്ഞ പോലെ ഇവരെന്തെങ്കിലും സമൂഹത്തിന്, കേരള സമൂഹത്തിന് എന്തെങ്കിലും ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഘടനയൊന്നുമല്ല. കോൺഗ്രസ്, CPM തുടങ്ങി അവരുടെ വർഗ്ഗബഹുജന സംഘടനകൾ എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് സംഘടനകൾ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഉള്ള നാടാണല്ലോ നമ്മുടേത്. എല്ലാവരും കൂട്ടായിട്ട് നിൽക്കുകയാണ്. പത്രപ്രവർത്തകർക്ക് നമ്മൾക്കും സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്
പിന്നെ ഇതുകൊണ്ടുണ്ടാക്കുന്ന അത്ര കടങ്ങാറ് ഇവർ പ്രത്യേകിച്ച് സമൂഹത്തിന് എന്തെങ്കിലും വലിയ തോതിൽ സംഭാവനയും ചെയ്യുന്നില്ലല്ലോ. ആകപ്പാടുള്ളതാണ് ഇവരുടെ പിന്നെ ആനുവൽ മീറ്റിംഗ് നടക്കുമ്പോൾ നടന്മാരെയും നടിമാരെയൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇവർ ഈ പറയുന്ന പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവർ അങ്ങനെ ചില പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഗുണമുണ്ട്. പിന്നെ ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള ചില ആളുകൾക്ക് ചില കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ആ നിലക്ക് അവർക്കകത്തൊരു ചില ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടന്നതെന്ന് ഒഴിച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഇവരെ കൊണ്ട് എട്ടങ്ങാറാണ്. അതായത് അങ്ങേയറ്റം ശ്യാമിലി ഇപ്പോൾ പറഞ്ഞ പോലെ ശരിയല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ആവർത്തിച്ച് നടക്കുകയാണ്. ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടാണ് ഈ സംഘടനയോട് ആളുകൾക്കൊരു ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ കുറേ ആളുകൾ, മുതിർന്ന ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ പുതിയ ആളുകൾ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്നസെൻറ്റും അതിനു മുമ്പ് പിന്നെ ഈ സൂപ്പർ താരങ്ങൾ മോഹൻലാലും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊരു സംഘടന എന്ന നിലക്ക് പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ അവർക്കറിയാമായിരുന്നു. ഈവൻ മോഹൻലാൽ വരെ ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം ഒഴിയുന്നത് വരെയുള്ള കാലം വരെയും ഇത് നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു ശേഷിയേ ഇല്ലാത്ത ആളുകളാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ സമൂഹത്തിന് അക്കാര്യത്തിൽ ഉറപ്പ് വരുന്ന വിധത്തിലാണ് ഓരോ സംഭവങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഇതിപ്പം ഇവരെ കൊണ്ട് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ മാറി നിൽക്കട്ടെ എന്ന് വിചാരിക്കാനും പറ്റില്ല. കാരണം എന്താ, ഇപ്പോൾ ശ്യാമിലി പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ വിഷയത്തെ ആകെ പരിശോധിക്കുമ്പോൾ ഈ ടിനി ടോം എന്ന് പറയുന്ന നടൻ ഭയങ്കര കുഴപ്പക്കാരനാണ് എന്ന തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഇയാൾ ആകെപ്പാടെ ഒരു പ്രശ്നക്കാരനാണ് എന്ന തോന്നലാണ് എനിക്ക് ഈ കാര്യങ്ങൾ ആകെപ്പാടെ കാണുമ്പോഴും അതിൻ്റെ തെളിവുകളായിട്ട് പലതും നമ്മൾ വാർത്തകളിലേക്ക് വരുമ്പോഴൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇതിനകത്ത് അൻസിബ ഹസൻ എന്ന് വെച്ചാൽ താരതമ്യേന ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ഈ സിനിമാ മേഖലയിൽ തുടക്കക്കാരി എന്നൊക്കെ പറയാവുന്ന, അവർ കുറേ കാലമായി വന്നിട്ട്, പക്ഷേ എന്നാലും ഒരുപാട് പ്രായം മുതിർന്ന ആളല്ല. അവർക്കെതിരെ എന്ത് നിന്ദ്യമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഒരാളുടെ മകൻ കൂടിയായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീപ്രകാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് ശ്രീ കൈലാസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞിരിക്കുകയാണ് അയാളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് അത്രേ ഈ വന്ന ആരോപണം. അയാൾ വന്ന് പറയണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ നോമ്പെടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ എന്നോട് അങ്ങനെ മതപരമായിട്ടൊരു കാര്യം സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നോക്കൂ, ഇതെന്തൊരു നിന്ദ്യമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് നമ്മുടെ ഈ ജീവിക്കുന്ന ഈ കാലത്ത് ഇപ്പോൾ അൻസിബ ഹസൻ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല, ഇപ്പോൾ നീന കുറുപ്പിൻ്റെ പരാതി എന്താ, അങ്ങേയറ്റം മോശമായ വാക്കുപയോഗിച്ചു. അവർക്ക് വളരെ മുതിർന്നൊരു സ്ത്രീയാണ്, വളരെ മുതിർന്നൊരു പിന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എത്രയോ കാലമായിട്ട് അവരെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അവരെപ്പറ്റി വളരെ മോശമായിട്ട് ഇയാൾ പരസ്യമായിട്ട് ഈ ടീമിനകത്ത് നിന്ന് പറഞ്ഞത്രേ. അപ്പോൾ അത് ശരിവെക്കുന്നുണ്ട്. ഇപ്പം അൻസിബ ഹസനാണ് ആദ്യം പറഞ്ഞെങ്കിൽ അവരുടെ പരാതി നമ്മുടെ മുന്നിലേക്ക് വന്നല്ലോ. അപ്പോൾ ഈ ഒന്നിലേറെ പരാതികളാണ് ഇയാൾക്കെതിരെ വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അധിക്ഷേപിക്കുക, അവരെ അടിച്ചിരുത്തി കളയുക, അതിനും അപ്പുറത്തേക്ക് കടക്കുകയാണ് ഈ ജിഹാദ്. നോക്കൂ, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഈ രാഷ്ട്രീയ കാലത്ത് ഒരു പെൺകുട്ടിക്കെതിരെ, ഒരു മുസ്ലിം പെൺകുട്ടിക്കെതിരെ അവർ മതം മാറ്റം നടത്താൻ പോയി, ജിഹാദ് നടത്താൻ പോയി എന്ന് പറഞ്ഞിട്ട് ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്. അതെന്തുമാത്രം ദുഷ്ടമായിട്ടുള്ള ആരോപണമാണെന്ന് ആലോചിക്കുക. എന്തൊരു ദുഷ്ടമായിട്ടുള്ള ആളുകൾക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ വാക്ക് തർക്കം ഉണ്ടാവും. ഇപ്പോൾ ഒരു സംഘടനക്കകത്ത് ഒരു 4 മനുഷ്യരുണ്ടെങ്കിൽ 5 അഭിപ്രായം ഉണ്ടാവും. അതിനാണ് സംഘടനക്കകത്ത് ചർച്ചയുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം ഉണ്ടാവും. ഞാൻ ഒരു സംഘടനയിൽ അംഗമാണെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും ശരിയെന്ന് തോന്നുന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആ അഭിപ്രായത്തിന് അവിടെ വില കിട്ടില്ല. അവിടെ ഭൂരിപക്ഷ അഭിപ്രായം മറ്റൊന്നാണെങ്കിൽ ആ വഴിക്ക് പോകും. അത് സംഘടന. മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. മനുഷ്യർക്കിടയിൽ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ തെറ്റും. ഞാനും ശ്യാമിലി ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ ശ്യാമിലി പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടാകാം എന്ന് വെച്ച് ശ്യാമിലിക്കെതിരെ ഞാൻ കുറ്റം പറഞ്ഞ് നടക്കാമോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ദ്യമായിട്ടും രൂക്ഷമായിട്ടും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് കളയുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ മോശം കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ. അപ്പോൾ ഇത് ഇയാൾ പറഞ്ഞു എന്നുള്ള തെളിവായിട്ടാണല്ലോ ഇപ്പോൾ ഈ ശ്രീ കൈലാസ് എന്ന് പറയുന്ന ആൾ വന്നിരിക്കുന്നത്. ഞാനല്ല കേട്ടോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അപ്പോൾ ശരിക്കും ഇയാൾ പറഞ്ഞു, ഒരാളെ ചൂണ്ടിക്കാണിച്ചത് ആ ആളെ മതം മാറ്റാനായിട്ട് ഇയാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, അതെന്തുമാത്രം അപകടകരമായ ഒരു ആരോപണമാണ് ഈ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ. അവർ സിനിമ പോലൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ദൃശ്യം പോലൊരു സീരീസിനകത്ത് അല്ല സിനിമക്കകത്ത് മീൻസ് ഒരു സിനിമ ഫ്രാഞ്ചൈസിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട റോളിലുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംവിധാനമുള്ള മേഖലകളിലൂടെ അല്ലേ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ആലോചനയുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അത് നൂറിൻ ഷെരീഫ് മറ്റേ കുട്ടിയാണോ എനിക്കറിയില്ല. നൂറിൻ ഷെരീഫ ഓക്കെ. എന്നാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ആളാണ്. അപ്പോൾ അവരെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാനുള്ള പണിയാണ് ഈ ചങ്ങാതി ചെയ്യുന്നത്. എന്നാൽ അതിനകത്ത് ഒരു സംഭവം അങ്ങനെ വന്നാൽ ഒരു സംഘടനയാണ്, അതിൻ്റെ ലീഡർഷിപ്പ് എന്ത് ചെയ്യണം, അതിനെ ഒതുക്കാൻ, അതിനെ രണ്ടുപേരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് കേട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് MLA ആയി മാറിയ നമ്മുടെ രമേശ് പിഷാരടി പറഞ്ഞില്ലേ, ഇതിനകത്തേക്ക് പ്രത്യേക കുഴപ്പത്തിലേക്ക് പോകരുത്, കണ്ടന്റ് കാര്യമാകരുത്, ഇത് ബുദ്ധിമുട്ടാകരുത്. അത് അദ്ദേഹത്തിന് അറിയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള അദ്ദേഹത്തിന് അറിയാം, അത് ഇവർക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ശ്വേതാ മേനോൻ വന്നിട്ട് പറയുന്നത് എന്താണ്, അവർ പറയുന്നത് ഇതിലൊരു പക്ഷം പിടിച്ചിട്ടാണ്. അൻസിബ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണോ? അവർ സംഘടനയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് പ്രശ്നം വഷളാക്കാനല്ല. ഇവർ വന്നിട്ട് ഇത്ര കാലമായതേ ഉള്ളൂ, ഒരാൾ ഇറങ്ങിപ്പോയി, 2 ആളുകളുടെ ഗൗരവതരമായിട്ടുള്ള പരാതി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഈ സംഘടനയെ നയിക്കുന്ന ആളുകൾ
നയിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള അതിനുള്ള പക്വതയില്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുക ചെയ്യുന്നത്. ഇവർക്ക് ഈ സിനിമാക്കാർക്ക് ഒന്നിവർ സിനിമാക്കാരൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഇതങ്ങ് വരികയാണ്. അതായത് ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ മാത്രമേ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുവിൽ പാലിക്കപ്പെടുന്ന സംഗതികളൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല എന്നൊരു അഹങ്കാരം പോലെ വരുന്നുണ്ടെന്നാണ് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഈ ടിനി ടോം നമ്മൾ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ തർക്കങ്ങൾ കാണുന്നു ശ്യാമിലി, എന്തൊക്കെ തർക്കങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ തർക്കങ്ങൾ കാണുന്നു. കേരളത്തിൽ BJP പോലും ഇത്രയ്ക്ക് നിന്ദ്യമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളോട് കുറച്ച് ഉന്നയിക്കില്ല. പറയുമ്പോൾ അവർ ഈ പറയുന്നത് രാഷ്ട്രീയം എടുത്ത് കളിക്കുന്ന ആളുകളാണല്ലോ BJP, ഹിന്ദുത്വ രാഷ്ട്രീയമാണല്ലോ അവരെടുത്ത് കളിക്കുന്നത്. അവർ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്ന, അവർക്ക് പറയാൻ എന്താണ് കേരള രാജ്യത്ത് മൊത്തത്തിൽ അവർ അങ്ങനെ ഒരു രാഷ്ട്രീയം പയറ്റുന്ന ആളല്ല. പക്ഷേ അവർ പോലും എതിരാളികൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയേയില്ലല്ലോ. അപ്പോൾ അതെടുത്തിട്ടാണ് ടിനി ടോം ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വളരെ മോശം കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ എത്രയും പെട്ടെന്ന് തിരുത്തി അവർക്ക് കൊള്ളാം. കറക്റ്റ്. ഞാനും സമയപരിമിതി കൊണ്ടൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം പറയുന്നത് WCCയോടുള്ള വലിയ ബഹുമാനം തോന്നുകയാണ് എനിക്ക്. കാരണം ഇവരോടുള്ള വിയോജിപ്പിൽ കൂടിയാണല്ലോ അത് പിളർന്നിട്ട് ഇങ്ങനെ ഒരു WCC ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പാർവതിയോടും റിമയോടൊക്കെ വലിയ തോതിലുള്ളൊരു ബഹുമാനം ഈ ഘട്ടത്തിൽ അത് പ്രകടിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഇത്തരം സില്ലി കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ ചർച്ച ചെയ്യുന്നത്. അതിലും വലിയ ഗൗരവമുള്ള കാര്യങ്ങളെ പറ്റി ഇവരൊന്നും ബോധവാന്മാർ പോലുമല്ല. അങ്ങനെ ഒരു സംഘടനയിൽ എങ്ങനെയാണ് നടിയാക്രമിച്ച പോലെയുള്ള ഒരു കേസൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ നീതിക്കൊപ്പോഴും നിൽക്കുകയും ഒക്കെ ഇവർക്ക് സാധ്യമാകുമോ എന്നുള്ളത് പോലും ഞാൻ ഈ ഘട്ടത്തിൽ സംശയിക്കുകയാണ്. അത് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ കാര്യവും. താരസംഘടനയായ അമ്മയിൽ തർക്കം പരസ്യമാവുന്നത് പുതിയ സംഭവമല്ല. എന്നാൽ ഇത്തവണ അൻസിബ ഉന്നയിച്ച വിഷയം അതീവ ഗൗരവമേറിയതാണ്. മതം പറഞ്ഞതുപോലും ആക്ഷേപം നേരിടേണ്ടി വന്നു എന്ന അൻസിബയുടെ പരാതി അമ്മ കേൾക്കേണ്ടതായിരുന്നു. എന്നാൽ അമ്മയുടെ നേതൃത്വം ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടലൊന്നും നടത്തിയില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. കൂടാതെ അൻസിബ ടിനി ടോമിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം കുടുംബസംഗമത്തിന് സ്പോൺസർഷിപ്പ് വാങ്ങിയതടക്കം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. പൊതുജനം സിനിമാ പ്രവർത്തകരെ ആകെ മോശമായി വിലയിരുത്തുന്ന തരത്തിലേക്ക് ചർച്ച നീങ്ങിയിരിക്കുന്നതെന്നതും സങ്കടകരമാണ്. ഒരു സംഘടന എന്ന നിലയിൽ സംഘടനയ്ക്കകത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും സംഘടനയിലെ പ്രധാന ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കുക എന്നത് അതാത് നേതൃത്വത്തിൻ്റെ കടമയാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. RDX അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.